നമസ്കാരം. സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജയ 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 എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം വിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഗുരുവായൂർ അമ്പല നടയിൽ. സിനിമയിൽ പ്രധാന കഥാപാത്രമായിട്ട് എത്തുന്നത് നമ്മുടെ പൃഥ്വിരാജും ബേസിൽ ജോസഫുമാണ്. അതോടൊപ്പം തന്നെ നിഖിലയും അനശ്വരയും ഈ സിനിമയിൽ പ്രധാന കഥാപാത്രമായിട്ട് എത്തുന്നുണ്ട്. സിനിമയിൽ ഒരു വലിയൊരു താരനിര തന്നെ ഇതിനകത്തുന്നുണ്ട്. ഒരു ഫുൾ ടൈം കോമഡി ചിത്രമായിട്ടാണ് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമ റിലീസിനായിട്ട് ഒരുങ്ങി നിൽക്കുന്നത്. എന്തായാലും സിനിമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രെയിലർ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ട്രെയിലർ കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ട്രെയിലർ റിയാക്ഷനിലേക്ക് പോകാം. നമുക്ക് ആദ്യം ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. ഈശ്വര, നടക്കൂല്ലെന്നൊരു ഉറപ്പില്ലാത്തൊരു കല്യാണം, ഒരു ജീവൻ മരണ പോരാട്ടം, നല്ലൊരു കണി കാണിക്കണേ. ആനന്ദിനൊരു പഞ്ചപാവ, ഒരു സാധു. വിനു ഒരു മിടുക്കനാ. കൈതോലപ്പറമ്പിൽ വിനു രാമചന്ദ്രൻ അളിയ സ്മൈൽ. നിന്നെ നേരെ കാണാൻ ഭയങ്കര ഗ്ലാമർ ആണല്ലോടാ. ഇത് ഞാൻ ആനന്ദേട്ടനെ കാണുമ്പോ പറയാൻ വെച്ചിരുന്ന ഡയലോഗാ. സത്യമായിട്ടും. പക്ഷെ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം ഇല്ല. പണ്ടൊരു പ്രേമം ഉണ്ടായിരുന്നല്ലേ? എന്താ കഴിച്ചത്? ബർഗറും കോക്കും. നമ്മുടെ അഞ്ജലിവിനെ കെട്ടിച്ചു കൊടുത്താ നമ്മുടെ വംശം തന്നെ അറ്റുപോകും. അല്ല, വംശം അറ്റുപോകില്ല. അതിനിപ്പോ ഞാനുണ്ടല്ലോ. പേടിക്കാനൊന്നുമില്ല. കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയായി. ഞാനല്ല, നിങ്ങളാണ് ആനന്ദേട്ട ഹീറോ. എന്നാ കാണാം, ഗുരുവായൂർ അമ്പലം നടയിൽ വെച്ച് തന്നെ കാണാം. അപ്പോൾ ജയ 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 ഹേ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം വിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ഒരു വലിയൊരു താരനിര തന്നെ സിനിമയ്ക്ക് ഫുൾ ടൈം കോമഡി ആയിട്ടാണ് സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ ഈ ട്രെയിലറിനകത്തും ഫുൾ ടൈം ഒരു കോമഡി രീതിയിൽ തന്നെയാണ്. പൃഥ്വിരാജ് ആടുജീവിതം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം വരുന്ന പൃഥ്വിരാജിൻ്റെ അടുത്ത സിനിമയാണ് ഗുരുവായൂർ അമ്പല നടയിൽ. ഈ ഗുരുവായൂർ അമ്പല നടയിൽ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഈ ഏറ്റവും കൂടുതൽ കല്യാണങ്ങൾ നടക്കുന്നത് ഈ ഗുരുവായൂർ അമ്പല നടയിലാണ്. അപ്പോൾ ആ ഒരു കല്യാണവുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ സിനിമ എന്നാണ് തോന്നുന്നത്. കാരണം പൃഥ്വിരാജ് അവസാനം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നമുക്ക് ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് തന്നെ കാണാം. പിന്നെ ഇതിനകത്ത് നമ്മുടെ തമിഴ് നടൻ ഇതിനകത്ത് വരുന്നുണ്ട്. ഒരു പാട്ട് സീനിനകത്ത് തമിഴ് നടൻ, ആ കോമഡി ആക്ടറായിട്ടുള്ള പുള്ളിയെ പേര് പെട്ടെന്ന് പറഞ്ഞുപോയി, ഈ പുള്ളിയെ കാണിക്കുന്നുണ്ട്. പിന്നെ പക്ക ഒരു കളർഫുൾ എൻ്റർടൈനർ ചിത്രമായിരിക്കും ഗുരുവായൂർ അമ്പല നടയിൽ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം ഈ ജയ 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 ഹേ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ അറിയാലേ വിപിൻ ദാസിൻ്റെ പിന്നെ സിനിമയുടെ ഒരു മേക്കിംഗ് എങ്ങനെയാണെന്നുള്ളത്. അപ്പം അത്തരത്തിലുള്ള ഒരു കോമഡി പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫുൾ ടൈം കോമഡി ചിത്രമായിരിക്കും എന്നുള്ള യാതൊരു സംശയം. പിന്നെ പൃഥ്വിരാജും സിനിമയിൽ കോമഡി ചെയ്യാനായിട്ട് വരുന്നത്. കാരണം ഒരു സീരിയസ് റോള് ചെയ്തതിന് ശേഷം പൃഥ്വിരാജ് വീണ്ടും ഒരു കോമഡി രീതിയിലേക്ക് വരുന്ന ഒരു ചിത്രവും കൂടി ആയിരിക്കും ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ഈ ഒരു ചിത്രം. എന്തായാലും ട്രെയിലർ എനിക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടു. കാരണം വലിയ മോശമൊന്നും പറയാനായിട്ടൊന്നും നമുക്ക് അതിനകത്ത് സംഭവങ്ങളായിട്ടൊന്നും കാണുന്നില്ല. എന്തായാലും ഓക്കെ, നമുക്ക് സിനിമ കാത്തിരുന്ന് തന്നെ കാണാം. സിനിമ ഉടൻ തന്നെ തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് എത്തും. കണ്ടതിന് ശേഷം നമുക്ക് സിനിമയെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിനേക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു സിനിമാ വിശേഷമായിട്ട് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമാ കാഴ്ച.